കേരളത്തോട് കേന്ദ്ര സർക്കാർ ഈ അവഗണന കാണിക്കുന്നു എന്നതാണ്. അത് ഒരു വസ്തുതയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒട്ടുമുക്കാൽ പേർക്കും അറിയാം. അതായത് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് കേരള സംസ്ഥാനത്തിനാകെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നതൊരു വസ്തുത മാത്രമാണ്. ഈ സാമ്പത്തികമായിട്ട് വല്ലാത്ത തോതിൽ ഞെരുക്കുന്നു. കേരളത്തിന് കിട്ടേണ്ടുന്ന പണം കിട്ടുന്നില്ല. കേരളം എന്ന സംസ്ഥാനത്ത് നിന്ന് നികുതി പണമായിട്ടും മറ്റും കേന്ദ്രത്തിലേക്ക് പോകുന്ന പണത്തിൻ്റെ അവകാശപ്പെട്ട വിഹിതമാണ് ഇങ്ങോട്ടേക്ക് എത്താതിരിക്കുന്നത് എന്ന് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് മലയാളികൾക്കാകെ ലഭിക്കേണ്ടുന്ന ഈ സാമ്പത്തികമാകെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് നൽകുന്നില്ല എന്നത് എക്കാലത്തെയും കുറേ കാലമായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. പക്ഷേ ഇക്കാര്യത്തോട് ഒട്ടും നല്ല രീതിയിലല്ല കേന്ദ്ര സർക്കാർ പ്രതികരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഇതിനകം തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിൽ ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് അവിടേക്ക് പ്രധാനമന്ത്രി തന്നെയും നേരിട്ട് വന്ന് സന്ദർശനവും മറ്റും നടത്തിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ നിലക്കുള്ളൊരു ഇടപെടൽ പ്രതീക്ഷിക്കും. പക്ഷേ അവിടെ ആ നിലയ്ക്കേ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിച്ചിട്ടില്ല എന്ന് BJP പ്രവർത്തകരും നേതാക്കളും പോലും സമ്മതിക്കേണ്ടുന്ന അത്രക്ക് വ്യക്തവും സത്യസന്ധവുമാണ് ആ കാര്യം. അതായത് കേരളത്തോട് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് അവഗണന കാണിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിന് ലഭിക്കേണ്ടുന്ന പണം ലഭിക്കുന്നില്ല, കേന്ദ്രം നൽകുന്നില്ല, പിടിച്ചുവെക്കുന്നു, പല പദ്ധതികളിലായിട്ട് പിടിച്ചുവെക്കുന്നു എന്നത് അവിടെ ഉണ്ട്. കേരളം നമ്മൾ ഈ ജീവിത ആയോധനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് കൊണ്ടുവരുന്ന പല സംഗതികളിലും നമ്മൾ മെച്ചപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പല ജീവിത സൂചികളിലും നമ്മൾ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കിട്ടാത്ത പണം വേറെയുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ തരത്തിലും ഞെരുക്കുകയാണ്. പക്ഷേ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സമരം എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനകത്ത് ഈ ഭരണവും സമരവും എന്നത് ഇടതുപക്ഷ സർക്കാരുടെ കേരളത്തിലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു ഫിലോസഫിയും തിയറിയും മുദ്രാവാക്യമായിരുന്നു, ഭരണവും സമരവും. അതായത് ഇവിടെ ഭരണം നടത്തുന്നു, PMS സർക്കാരിൻ്റെ കാലം തൊട്ട് അങ്ങനെയാണ്. അതായത് ഭരണം നടത്തുന്നു എന്തുകൊണ്ട് മാത്രം സമരം നടത്താൻ പാടില്ല എന്നില്ല. സംസ്ഥാനം ഭരിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിനകത്തെ പ്രശ്നങ്ങളിൽ പോലും സമരം നടത്താനുള്ള അവകാശം പാർട്ടികൾക്കുണ്ട് എന്നാണ് അവർ കരുതുന്നത്. കോൺഗ്രസ് സർക്കാരുകൾ കേന്ദ്രം ഭരിക്കുമ്പോൾ അതിശക്തമായുള്ള സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൽ നടക്കാറുണ്ട്. പക്ഷേ അത്രത്തോളം ശക്തമായുള്ള സമരം പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ BJP ഇങ്ങനെ അവഗണന ഇത്രമാത്രം ശക്തമാക്കിയിരിക്കുമ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടോ ഇതുവരെ എന്ന് ചോദിച്ചാൽ നമുക്കതിൽ സംശയമുണ്ട്. കാരണം ഒന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മൾ കാണേണ്ടത്, ഒന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഇടതുപക്ഷ സർക്കാർ, ഇവിടെയുള്ള ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ പാർട്ടികളും സമരം നടത്തുമ്പോൾ ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷത്തോളം തന്നെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതുകൊണ്ട് മലയാളികളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനും UDF-നാകെ തന്നെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലാത്ത തോതിൽ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ സമരം നടത്തുമ്പോൾ അതിനുള്ള മറുപടി ഇവിടുത്തെ കോൺഗ്രസിനും UDF-നും ഈ നാട്ടുകാരോട് പറയാൻ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് വലിയ സമരങ്ങൾ വരുമ്പോൾ അതിന് വഴങ്ങുകയും അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നത് അന്നത്തെ കേന്ദ്ര സർക്കാരുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുക. പക്ഷേ BJPക്ക് ആ തരത്തിലൊരു ബാധ്യതയില്ല. കാരണം ഇവിടെ 10-14% വോട്ട് മാത്രമുള്ള ഈ ഭരണത്തിലൊന്നുമില്ലാത്ത, അങ്ങനെ ഭയപ്പെടേണ്ടതില്ലാത്തൊരു അവസ്ഥയിലാണ് BJP ഉള്ളത്. അതുകൊണ്ട് വല്ലാതെ അങ്ങ് സമരത്തിന് വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് കേരളത്തിൻ്റെ എതിർപ്പുകളോട് കേന്ദ്ര സർക്കാരിനുണ്ട്. രണ്ടാമത്തേത്, മറ്റേതെങ്കിലും കോൺഗ്രസ് സർക്കാരുകളെ പോലെ, മുൻ കേന്ദ്ര സർക്കാരുകളെ പോലെ സമരങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സ്വഭാവമുള്ള സർക്കാരല്ല തങ്ങൾ എന്ന ഒരു കരുത്ത് കാണിക്കണമെന്ന് അവർ വിചാരിക്കുന്നൊരു കാര്യം കേന്ദ്ര സർക്കാരും BJPയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. മുൻകാലങ്ങളിൽ ഉള്ളത്രയ്ക്ക് ശക്തമായിട്ട് എന്തായാലും കേന്ദ്ര സർക്കാരിനോട് സമരം നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് അവരതിനുള്ള വിശദീകരണം മറ്റൊരു തരത്തിലായിരിക്കും തരിക. എന്തായാലും കാണുന്നൊരു പ്രേക്ഷകന്, കാണുന്നൊരു നാട്ടുകാരന് അങ്ങനെ വേണ്ട അർഹമായ രീതിയിലുള്ള സമരം അവിടെ നടന്നിട്ടില്ലല്ലോ, അങ്ങോട്ടേക്ക് നടന്നിട്ടില്ലോ എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. ഏതായാലും ആ തോന്നൽ മാറ്റാനാണ് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഇങ്ങനെയൊരു നീക്കമുണ്ടായത്. ഇന്നത്തെ സമരം ശക്തമായിരുന്നു. കാരണം മുഖ്യമന്ത്രി അടക്കം മുഴുവൻ നേരം അവിടെ ഇരുന്നു, എല്ലാ മന്ത്രിമാരും ഉണ്ടായിരുന്നു. വർഗ്ഗ ബഹുജന സംഘടനകളുടെ ആളുകളെയൊക്കെ അണിനിരത്തിയിട്ടാണ് സമരം നടന്നത്. അതിശക്തമായിട്ടുള്ള വർത്തമാനങ്ങൾ അവർക്കെതിരെ ഉണ്ടായി. ഇതിന് മറുപടി പറയുക എന്നത് BJPയുടെ കേരള നേതൃത്വത്തിന് തന്നെയും ഉത്തരവാദിത്തമായിട്ട് വരുന്ന, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ഈ കണക്കുകൾ എന്തുകൊണ്ട് പണം കിട്ടിയിട്ടില്ല എന്ന കാര്യത്തിന് BJPക്ക് മറുപടി പറയേണ്ടുന്നൊരു സാഹചര്യത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് അതിലെ ഒരു കാര്യമായിട്ട് തോന്നുന്നത്. രണ്ടാമത്തേത്, കോൺഗ്രസ് ഇക്കാര്യത്തോട് എടുത്തിരിക്കുന്ന നിലപാട് അവരുടെ രാഷ്ട്രീയ പക്ഷത്ത് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ശരിയായതാണ്. ഈ ഇടതുപക്ഷ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് സമരം നടത്താനല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറയുകയാണ് അവർ ചെയ്തിരിക്കുന്നത്.